ന്യൂസ് 16 കേരള. ഇസ്രായേലിനെതിരായുള്ള പോരാട്ടത്തിന്റെ 4ാം ഘട്ടം ആരംഭിച്ചതായി ഹൂതികൾ. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിന്റെ 4ാം ഘട്ടം ആരംഭിച്ചതായി യമനിലെ സായുധ വിഭാഗമായ ഹൂതികൾ. ഇതിന്റെ ഭാഗമായുള്ള സുപ്രധാന പ്രവർത്തനങ്ങൾ വരാനിരിക്കുകയാണെന്ന് ഹൂതികളുടെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ യഹ്യ സാരി വ്യക്തമാക്കി. 2 ഭാഗമായിട്ടാണ് 4 ഘട്ടം വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ മെഡിറ്ററേനിയൻ കടലിൽ ഉൾപ്പെടെ ആക്രമണങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കും. റഫേൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ 2ാം ഭാഗം തുടങ്ങും. ഇസ്രയേലിലേക്ക് സർവീസ് നടത്തുന്ന ഷിപ്പിംഗ് കമ്പനികളുടെ എല്ലാ കപ്പലുകളെയും ആക്രമിക്കാനാണ് തീരുമാനം. മെഡിറ്ററേനിയൻ കടൽ വഴി ഇസ്രയേൽ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾക്ക് ഹൂതികൾ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ലംഘിച്ച കപ്പലുകളെ സംബന്ധിച്ച പുതിയ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്ന് യഹ്യ സാരി വ്യക്തമാക്കി. ഹൂതികൾ ഗസയിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതും ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകളെ ആക്രമിക്കുന്നതും കേവലം ജനപ്രീതി നേടാനല്ല, മറിച്ച് പ്രയോഗത്തിൽ വേരൂന്നിയ ഒരു നിലപാടാണിത്. തങ്ങളുടെ ലക്ഷ്യത്തിനായി ജീവൻ ബലിയർപ്പിക്കാൻ യമൻ ജനത പൂർണ്ണമായും തയ്യാറാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. ഒരു വഴി ലഭിക്കുകയാണെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ ഇസ്രയേൽ ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഗസയിൽ പോകുമെന്നും യഹൂദി വക്താവ് ചൂണ്ടിക്കാട്ടി. യമനിന് നേരെ അമേരിക്ക കരയാക്രമണം നടത്തിയാൽ അതിനെ നേടാൻ തങ്ങളുടെ ജനത സ്വയം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഫലസ്തീനിലേക്കുള്ള ഒരു പാത അവർക്കായി തുറന്നു കൊടുത്താൽ അവർ യുദ്ധത്തിനായി പുറപ്പെടും. ഫലസ്തീൻ ജനതയെ പിന്തുണച്ച് 5ാമത്തെയും 6ാമത്തെയും ഘട്ടങ്ങൾക്കായി കാര്യമായ തയ്യാറെടുപ്പുകളും ഹൂതികൾ നടത്തുന്നുണ്ടെന്ന് യഹ്യ സാരി വ്യക്തമാക്കി. ചെങ്കടലിലും അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമെല്ലാം ഭൂമിയിലെ സ്വേച്ഛാധിപതികളെ ആക്രമിച്ചു തുടങ്ങിയതോടെ ഹൂതികളുടെ തന്ത്രപ്രധാന സ്ഥാനം ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അറബ് കടലുകളും ചെങ്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും മെഡിറ്ററേനിയൻ കടലുമെല്ലാം യമനികൾക്ക് പരമാധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. അമേരിക്കക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ ആരും ധൈര്യപ്പെടാത്ത അവസ്ഥയിലേക്ക് ലോകം എത്തിയിരിക്കുന്നു. എന്നാൽ യമൻ അവരുടെ യുദ്ധക്കപ്പലുകളെയും ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമാക്കി മിസൈലുകളും ഡ്രോണുകളും അയക്കുന്നുണ്ട്. ഇത് അമേരിക്കയുടെ പ്രശസ്തിക്ക് വലിയ കളങ്കമാണ് ചാർത്തിയത്. ഹൂതികളുടെ പ്രവർത്തനങ്ങൾ കാരണം അമേരിക്കക്ക് സ്വന്തം കപ്പലുകളെ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. തങ്ങൾ ഇപ്പോഴും അമേരിക്കയുമായും ഇസ്രയേലുമായുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിൽ മാത്രമാണെന്നും യഹ്യ സാരി പറഞ്ഞു. ലോകം ഗസയെ കൈവിട്ടിരിക്കുന്നു. പക്ഷേ യമൻ ചെറുത്തുനിൽപ്പിന്റെ അച്ചുതണ്ടിനൊപ്പം നിന്നു. ഈ യുദ്ധം എല്ലാ യമനികളെയും പ്രതിനിധീകരിക്കുന്നതാണ്, ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെയോ വിഭാഗത്തിന്റേതോ മാത്രമല്ലെന്നും യഹ്യ സാരി ഊന്നി പറഞ്ഞു. 4ാം ഘട്ടം പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള ഹൂതികളുടെ തീരുമാനത്തെ പ്രകീർത്തിച്ച് ഹമാസ് രംഗത്ത് വന്നു. വിവിധ പ്രവർത്തനങ്ങളുടെ ഫലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുകയാണ് ഹൂതികൾ. യമൻ ജനതയെയും സായുധ സേനയുടെ നേതൃത്വം സ്ഥിരീകരിച്ച നിലപാടിനെയും പ്രശംസിക്കുകയും അൻസാറുല്ലാഹ് പ്രസ്ഥാനത്തിന്റെ നേതാവ് സെയ്ദ് അബ്ദുൽ മാലിക് അൽ ഹൂത്തിക്ക് ആശംസകൾ നേരുകയും ചെയ്തു. ഗസയിലെ വെടിനിർത്തൽ നീളുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിലേക്ക് പോകുന്ന എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്ന് നേരത്തെ ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചെങ്കടൽ വഴിയും മെഡിറ്ററേനിയൻ വഴിയും പോകുന്ന ഇസ്രയേലിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കും. തങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എത്തുന്നിടത്തെല്ലാം ഇസ്രയേലിലെ കപ്പലുകൾ സുരക്ഷിതമായിരിക്കില്ലെന്നുമാണ് മുന്നറിയിപ്പ്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.